മലർക്കാവിൽ മണം വീശും മലരായി മഹനീയ മലർമുത്ത് മണിമുല്ല മനസ്സകം കുളിർപ്പിക്കും മണിമുത്ത വിളങ്ങിടും സയ്യിദ് അലവി വലിയുള്ളാഹ് ഖുത്ബുസ്സമാനാം റളിയല്ലാഹ് മമ്പുറം മലർക്കാവിൽ മണം വീശും മലരായി മഹനീയ മലർമുത്ത് മണിമുല്ല മനസ്സകം കുളിർപ്പിക്കും മണിമുത്തായി വിളങ്ങിടും സയ്യിദ് അലവി വലിയുള്ളാഹ് ഖുത്ബുസ്സമാനാം റളിയല്ലാഹ് സയ്യിദ് മണിമലരാം സിറാജ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. علموا شعائر الله ومن يعلم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم العلماء ورثة الأنبياء. ആദരണീയരായ ഷെയ്ഖുന ആദർശേരി ഉസ്താദ്, നാമൊക്കെ ബഹുമാനിക്കുന്ന സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, സയ്യിദന്മാരെ, നേതാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹനീയമായ സംഗമം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മെ അല്ലാഹു ഒരു നിലക്കും കഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷനും ആത്മീയോത്കർഷത്തിൻ്റെ അനന്തനാദവുമായിരുന്ന മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ് ഈ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ. ദിവസങ്ങളേറെയായി മഹാനായ ഖുത്ബുസ്സമാൻ അഭിമാനത്തോടുകൂടെ സ്മരിക്കുകയും മഹാനവറുകളുടെ ബർക്കത്ത് തബറുക്ക് കരഗതമാക്കുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാദിക്കിൽ നിന്നുകൊണ്ട് വിശ്വാസികൾ ഈ മഹിതമായ ഭൂമിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ ആദർശേരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആ മഹാനവറുകളുടെ പ്രാർത്ഥനക്ക് നാം ഒക്കെ കാതോർക്കുകയാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് തന്നെ അവനെ ആരാധിക്കാനും അവന്റെ ഇഷ്ടാനുവർത്തികളായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് നാം ഈ കാണുന്ന ശരീരമാണെന്ന് നമ്മൾ ആരും ഊഹിച്ചു പോകരുത്. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പുറം ഭാഗത്ത് കാണുന്ന ശരീരമല്ല. ഈ ശരീരഭാഗത്തിന് നാം നൽകുന്ന പേര് ജെഡ് ബോഡി എന്ന. മനുഷ്യനാകുന്ന ഏതോ ഒരു പ്രത്യേകമായ അവയവത്തിനെ കൊണ്ട് നടക്കുന്ന ഒരു പേടകം മാത്രമാണ് നാം നമ്മുടെ മുൻഭാഗത്ത് കാണുന്ന ഈ ശരീരം എന്ന് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് മനുഷ്യന്മാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുറം കാണുന്ന തൊലിയോ പുറം കാണുന്ന അവയവങ്ങളോ അല്ല. മനുഷ്യരെന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ അവയവമുണ്ട്. അതാണ് ആത്മാവെന്ന് പറയുന്നത്.
ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. ആത്മാവിനെ കൊണ്ട് നടക്കുന്ന പേടകം മാത്രമാണ് മനുഷ്യന്റെ ശരീരം എന്നാണ് ഞാനും നിങ്ങളും ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ പരിഗണന നൽകേണ്ടത് അവന്റെ ശരീരത്തിനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. യുഹിബ്ബുത് തവ്വാബീന, അല്ലാഹുവിനോട് പക്ഷാതപിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ്. പോലെ അല്ലാഹുവിനോട് പക്ഷാതപിച്ച് മടങ്ങുകയും വ യുഹിബ്ബുൽ മുതതഹിരീൻ, പരിശുദ്ധവാന്മാരെ സംശുദ്ധരായ ആളുകളെ ശുദ്ധിയുള്ള മനുഷ്യന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യന്മാരോട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ ശുദ്ധി മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ശരീരം ശുദ്ധിയാകുന്നവരെ മുഴുവനും യജമാനനായ റബ്ബ് അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് പറയേണ്ടി വരും. യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും അല്ലാഹു തൃപ്തിപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജഗ് ബോഡിയെ കുറിച്ചല്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് ആരാണോ ശുദ്ധിയാക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, നാളെ മഹ്ശറ ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ മുഴുവനും വിളിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു ചില ആളുകളോട് ചോദിക്കുമെന്നാണ്, ഓ മനുഷ്യ നിങ്ങൾ നിസ്കരിച്ചോ? അവര് പറയും, അതെ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് നാഥാ. നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോ? അല്ലാഹുവിനോട് പറയും, അതെ അതെ ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് തമ്പുരാനെ. അവരോട് അല്ലാഹു ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിന് മുഴുവനും അതെ അതെ എന്ന് ഇബാദത്ത് ചെയ്ത ആളുകൾ മറുപടി പറയുമ്പോ, അതേ പ്രകാരം സൽക്കർമ്മം ചെയ്ത ആളുകൾ മറുപടി പറയുമ്പോ അല്ലാഹു അവരോട് പറയുന്നത് കദബ്താ, നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്നത് കളവാണ്, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുന്നത് കളവാണ്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കളവാണ്. ദിവസങ്ങളോളം ആരാധന ചെയ്ത പാവങ്ങളായ മനുഷ്യന്മാര്, 5 നേരം നിസ്കരിച്ച മനുഷ്യന്മാര്, അല്ല നോമ്പ് നോറ്റ മനുഷ്യന്മാര്, നാഥനായ തമ്പുരാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു എന്ന് ആളുകൾ കരുതുന്ന ഒരുപാട് ആളുകള് ഇബാദത്ത് ചെയ്തു എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയുമ്പോ അല്ലാഹു പറയുന്നു കദബത, നിങ്ങൾ കളവാണ് പറഞ്ഞത്. നിങ്ങളോട് അല്ലാഹു ചോദിക്കുന്നു നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ യജമാനനായ റബ്ബിന്റെ പൊരുത്തം നേടാൻ, ആഖിറ ലോകത്തെ പ്രതിഫലം കിട്ടണമെന്നുള്ള നിലക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിസ്കരിച്ചോ എന്നാണെങ്കിൽ അതിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സ് മലീമസമാണ്, അവന്റെ ആത്മാവ് നികൃഷ്ടമാണ്. കിബർ, ഹസദ്, റിയാ പോലെയുള്ള അപകടങ്ങളെ കൊണ്ട് അവന്റെ അമലുകൾ മുഴുവനും ആഖിറത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, അവന്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നിസ്കരിച്ച ഒരുപാട് ഫക്കീറന്മാര്, നോമ്പനുഷ്ഠിച്ച ഒരുപാട് മുഫ്ലിസീങ്ങള് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെയുള്ള സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ ഏറ്റവും വലിയ മുഫ്ലിസീങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയണോ? അറിയില്ല നബിയെ, ആരാണത്? പ്രവാചകന്റെ മറുപടി, അവര് നിസ്കരിക്കുന്നു പക്ഷേ ആഖിറത്തിൽ നിസ്കാരം കാണുന്നില്ല, അവര് നോമ്പനുഷ്ഠിക്കുന്ന പക്ഷേ ആഖിറത്തിൽ അവന്റെ നോമ്പ് കാണുന്നില്ല. റിയാ, ഹസദ് പോലെയുള്ള നികൃഷ്ടമായ രോഗങ്ങളെ കൊണ്ട് അവന്റെ മനസ്സ് നികൃഷ്ടമായപ്പോ അവന്റെ ആരാധന ആഖിറത്തിൽ സ്വീകരിച്ചില്ല. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ സഹോദരങ്ങളെ, ഒരുപാട് ഇബാദത്ത് ചെയ്യലല്ല പ്രാധാന്യം കേട്ടോ. പിന്നെയോ ഒന്നാമതായി മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാക്കുക, ആത്മാവ് ശുദ്ധമാക്കുക. ആത്മാവ് ശുദ്ധമാക്കിക്കൊണ്ട് ചെയ്യുന്ന, ആത്മാർത്ഥമായി ചെയ്യുന്ന കഴിവിന്റെ പരമാവധിയുള്ള ആരാധന, അതാണ് അല്ലാഹു സ്വീകരിക്കുക. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് താനുകൂണ റബ്ബിലേക്ക് അടുക്കുകയോ യജമാനനായ തമ്പുരാന്റെ പൊരുത്തം നേടാൻ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ദുന്യാവിന്റെ സുഖം വേണ്ട, ഞങ്ങൾ കാൽപാദം മുന്നോട്ട് വെക്കുന്നെങ്കിൽ ആ കാൽപാദത്തിന് ആഖിറത്തിൽ കൂലി കിട്ടണമെന്നുള്ള ചിന്തയിൽ ദുന്യാവിന്റെ സുഖാഡംബരങ്ങൾ ആഗ്രഹിക്കാതെ, റിയാൽ മനസ്സിൽ തൊട്ട് തീണ്ടാതെ,
സമ്പൂർണമായി എല്ലാം നാഥനെ സമർപ്പിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ മഹാന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെങ്കിൽ ആ മഹാന്മാരെ അല്ലാഹു പൊരുത്തപ്പെടുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു പൊരുത്തപ്പെടണമെങ്കിൽ ശരീരമല്ല മനസ്സ് ശുദ്ധിയാക്കേണ്ടതാണ്. ആദ്യമായി എന്റെ സഹോദരന്മാര് സഹോദരികൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാകാതെ നാം ചെയ്യുന്ന ആരാധനകളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വ്യതിചലിച്ചു പോയി എന്ന് നമ്മൾ സങ്കല്പിക്കുക. സത്യത്തിൽ പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ പാതയിൽ നിന്നുകൊണ്ട് ഒരാൾ വ്യതിചലിച്ചു എന്ന് നിങ്ങൾ കരുതുക. ആ മനുഷ്യൻ ചിലപ്പോൾ ആരാധനയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാകാം, ഇബാദത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടാകാം. ജാഹിലീങ്ങളായ ആളുകൾ കൂടി ചിലപ്പോ പറയും, പടച്ചവനെ അവൻ സുന്നിയായിരുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായിരുന്ന കാലഘട്ടത്തില് അയാൾ ഇത്ര ആവേശത്തിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ അയാളെ കാലിന്റെ മുട്ട് വരെ താടിയാണ്, അയാൾ തലമറച്ചിട്ടില്ലെങ്കിലും വല്ലാത്ത ഫാൻഡാണ്. 24 മണിക്കൂറും അയാൾ പള്ളിയിലാണ്. സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ച് 24 മണിക്കൂറും സക്കാത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ജാഹിലീങ്ങളായ ആളുകൾ വിധി എഴുതുന്നത് കണ്ടോ, അവൻ അങ്ങോട്ട് പോയാലെന്താ ആരാധനയിലെങ്കിലും ഇപ്പൊ താല്പര്യമുണ്ടായില്ലേ? സ്വാഭാവികമായും നമ്മൾ കാണാറുള്ളതാണ്, സ്വാഭാവികമായും മനുഷ്യന്മാര് കാണാറുള്ളതാണ്. എന്നാൽ ആദ്യമായി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് വഞ്ചിതരാകണ്ട. അള്ളാഹുവിന്റെ പ്രവാചകര് വളരെ വ്യക്തമായി പറയുന്നത്, ഒരു മനുഷ്യൻ ബിദ്അത്തിലേക്ക് പോയാൽ അയാൾ ബിദ്അത്തിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ, ബിദ്അത്തിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് വരുന്നത് വരെ അയാളുടെ ആരാധന അല്ലാഹു സ്വീകരിക്കില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇബ്ലീസ് ഓന്റെ അരികിലൂടെ പോകൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഇബ്ലീസ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് സുവലോക സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ തടയാനാണ്, നരകത്തിലേക്ക് 4 മെമ്പർമാർ അധികരിപ്പിക്കാനാണ് ഇബ്ലീസ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ആ ഇബ്ലീസ് അധ്വാനിക്കുന്ന അതിന് വേണ്ടിയാണെങ്കിൽ ബിദ്അത്തിലേക്ക് പോയ ഒരു മനുഷ്യന്റെ ആരാധന റബ്ബ് സ്വീകരിക്കൂല. അതോടുകൂടെ പിന്നെ ആ മനുഷ്യർക്ക് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എത്ര നല്ല ആരാധന ചെയ്താലും ആഖിറത്തിൽ അവന്റെ ആരാധന സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യരോട് ഏതെങ്കിലും ഒരാൾ നിസ്കരിക്കുന്ന പക്ഷേ മുൻകഴിഞ്ഞ മഹാനായ ഖുത്ബുസ്സമാൻ അവരെ നിഷേധിക്കുന്നു, ഔലിയാക്കന്മാരെ അവരെ കളിയാക്കുന്നു, അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും അവർ ധിക്കരിക്കുന്നു, പൂർവ്വസൂരികൾ അവർ കാലത്തിന്റെ ചവറ്റുകൊട്ടുകളേക്ക് വലിച്ചെറിയുന്ന സംസ്കാരമുള്ള ആരാധകനാണോ? അവന്റെ ആരാധന കൊണ്ട് വഞ്ചിതനാകണ്ട. യജമാനായ തമ്പുരാന് പറയുന്നത്, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات. നിസ്കരിച്ചോ എന്നല്ല പറയുന്നത്, നോമ്പനുഷ്ഠിച്ചോ എന്നല്ല പറയുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്തോ എന്നല്ല പറയുന്നത്, ആമിനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വാസം നിന്റത് നന്നാകുന്നില്ലേ, ഉള്ളു നിന്റത് ശുദ്ധമല്ലേ, നീ അമല് കൊണ്ട് ഫലമില്ല. അതുകൊണ്ട് ആമിനു, നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അപ്പൊ ഇസ്ലാമിൽ നിന്നും അതുപോലെയുള്ള വേണ്ടാത്ത ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഒരാൾ വ്യതിചലിച്ചിട്ട് ഔലിയാക്കന്മാരെ ധിക്കരിക്കുന്നവര് ധിക്കാരിയായിട്ട് അവൻ മാറുമ്പോ അവന്റെ ആരാധനയിൽ വഞ്ചിതനാകണ്ട. ആഖിറത്തിൽ നിന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകര് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിന്റെ രൂപത്തിലേക്ക് നോക്കുന്നില്ല. നല്ല വേഷം ധരിച്ച മനുഷ്യ, നിന്റെ വേഷത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമില്ല, നിന്റെ കോലങ്കെട്ടലിന് സ്ഥാനമില്ല. പിന്നെയോ അള്ളാഹു നോക്കുന്നത് ബൽ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയം ശുദ്ധമാണോ അതിലേക്കാണ് അള്ളാഹു നോക്കുന്നതെന്ന് പറയുമ്പോ ആത്മാവ് ശുദ്ധിയാക്കിയ ഹൃദയം പരിശുദ്ധമാക്കിയിട്ട് എല്ലാം നാഥനായ തമ്പുരാനിലേക്ക് അർപ്പിച്ചവരാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. എന്ന് പലർക്കും ഔലിയാക്കളെ തിരിഞ്ഞിട്ടില്ല. എന്ന് ഔലിയാക്കളെ തിരിയാത്ത ഒരുപാട് ആളുകൾ ഭൂമി ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കലോട് കൂടെ ഔലിയാക്കന്മാരുടേത് എല്ലാം കഴിഞ്ഞു എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മരിക്കലോട് കൂടെ എല്ലാം കഴിഞ്ഞു. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജാഹിലികളാണ്. അവര് ധരിച്ചു പോയത് ഔലിയാക്കൾക്ക് റബ്ബ് കൊടുത്ത പദവി ആ ജഡ് ബോഡിയുടെ സ്വഭാവം അങ്ങിക്കൊണ്ട് കൊടുത്തതാണ് എന്നാണ്. ജഡ് ബോഡി
കോടികൾ രസം കൊണ്ട് കൊടുത്തതാണെന്നാണ്. അല്ല, ആത്മാവ് സംശുദ്ധമായപ്പോ അള്ളാഹു കൊടുത്ത സ്ഥാനമാണ് വിലായത്തിന്റെ പദവി. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ഒരു മനുഷ്യൻ നല്ല ഇബാദത്തുകാരനാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാ, പക്ഷേ മഹാന്മാരോട് മഹത്തുക്കളോടൊന്നും അവർക്ക് സ്ഥാനമോ സ്നേഹമോ ഇല്ലാത്ത ഒരു ദുഷിച്ച സ്വഭാവക്കാരനാണ് എങ്കിൽ അവന്റെ ഉപമ, അവൻ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ തന്റെ മുമ്പിൽ ഒരു നല്ല റൂം കാണുന്നു, കാണാൻ വല്ലാത്ത അഴകുള്ള റൂം, തൊട്ടു നോക്കിയാൽ വല്ലാത്ത രസം, അതിമിനുസമുള്ള ടൈൽസ് ആണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ, ചാവി കിട്ടുകയാണെങ്കിൽ തുറന്ന ഉള്ളിൽ കയറി ഒന്ന് കിടന്നുറങ്ങി നോക്കാമായിരുന്നു എന്നൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. കാരണം പുറം ഭാഗത്തിന്റെ ആനന്ദം കണ്ടിട്ട്, പുറം ഭാഗത്തിന്റെ ഭംഗി കണ്ടിട്ട് ആ സമയത്ത് ഓൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒന്ന് കിടന്നു നോക്കാനുള്ള താല്പര്യം കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചാവി ഒന്നും അങ്ങോട്ട് വാങ്ങിയിട്ട് ഒന്ന് തുറന്നിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു പഹയം വെള്ളം കൂടി പാരാതെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം കക്കൂസ. പിന്നെ അവൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് അവൻ തുറന്നു നോക്കിയത് എന്താ? പുറം ഭാഗത്തുള്ള ഭംഗി കൊണ്ടാണ്. അകത്ത് മുഴുവനും കഷ്ടമാണ്, അകത്ത് മുഴുവനും മ്ലേച്ഛമായ വസ്തുക്കളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ സുഹൃത്തുക്കളെ, മഹാന്മാരായ ഔലിയാക്കള് ശരീരം ശുദ്ധിയാക്കിയവരാണെന്ന് കരുതരുത്. അള്ളാഹുവിന്റെ ഔലിയാക്കള് ഹൃദയം ശുദ്ധമാക്കി അവര് നിസ്കരിക്കുമ്പോ അല്ലാഹു അല്ലാ, അവര് ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹു അല്ലാ. നിങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ല? നാം നമ്മൾ താമസിക്കുന്നത്, നാം ഇരിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലോകത്തിന്റെ മുഴുവനും അഭിമാന സ്തംഭമാക്കിയിരുത്തിയ ഒരു കാലഘട്ടത്തെ വൈദേശികാധിപത്യത്തിനെതിരെ ധീരമായി അടപൊരുതിയ മഹാനായ വലിയാണ് ഖുതുബുസ്സമാൻ. എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നത് കഷ്ടപ്പെട്ട് മഹാനവറുകൾക്ക് ഇഷ്ടമുള്ള അരി, ചെറിയ കുറിയ അരിയാണ്. നല്ല ഒരു അരിയില്ലാതെ വലിയ അരി കൊണ്ട് കഞ്ഞി കുടിക്കുന്ന മഹാനവറുകളുടെ പ്രയാസം ഒരു കൂട്ടുകാരൻ മനസ്സിലാക്കുന്നു. മഹാനവറുകൾ തങ്ങൾക്ക് ഇഷ്ടം ചെറിയ കുറിയരിയാണ്, പക്ഷേ വലിയ അരിയാണ് കഞ്ഞി കുടിക്കുന്നത്. അതുകൊണ്ട് മഹാനവറുകൾക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ഒരൽപ്പം കുറിയ അരി കൊടുക്കാമെന്നുള്ള നിലക്ക് സ്വന്തം കൂട്ടുകാരനതല്ലെങ്കിൽ സഹോദരനതല്ലെങ്കിൽ മഹാനവറുകളെ ബഹുമാനിക്കുന്ന മാന്യദേഹം സ്വന്തം വീട്ടിൽ പോയി കൊടുത്തയച്ചില്ലേ മമ്പുറത്തേക്ക് കുറിയ അരി? 2 ദിവസങ്ങൾക്ക് ശേഷം കൂട്ടുകാരൻ വീണ്ടും മഹാനായ ഖുതുബുസ്സമാന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ താൻ കുടിക്കുന്ന കഞ്ഞി പഴയ അതേ അരിയുടെ കഞ്ഞിയാണ്, വലിയ അരിയുടെ കഞ്ഞിയല്ലാതെ ഞാൻ കൊടുത്തയച്ച കുറിയരി കാണുന്നില്ല. ഔലിയാക്കളെ ചിന്തിക്കണം സഹോദരങ്ങളെ. ഔലിയാക്കള് സാധാരണക്കാരല്ല, ഔലിയാക്കന്മാരെ എങ്ങനെയെങ്കിലും നമ്മൾ കാണേണ്ടവർ അല്ല. ഔലിയാക്കളെ കുറിച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി അറിയുക. നിങ്ങൾ ചിന്തിക്കണം. ഈ കൂട്ടുകാരൻ ചോദിച്ചു, തങ്ങളെ അവിടത്തേക്ക് ഞാൻ ഒരൽപ്പം കുറിയരി കൊടുത്തയച്ചിരുന്നല്ലോ, എന്താണ് ഇപ്പോഴും കുറിയരി ഇല്ലല്ലോ? വലിയ അരിയാണ്. മഹാനവകളുടെ വാക്കിലും തനേറുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ നന്മ എത്തിച്ചവർ അല്ല. ആഖിറത്തിൽ നിങ്ങൾക്ക് കൂലി കിട്ടാൻ, ആഖിറ ലോകത്തെ പ്രതിഫലം കൂടാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യണം. എനിക്ക് വല്ലാത്ത ഇഷ്ടം കുറിയ അരിയാണ്, ഞാനത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. എനിക്ക് ആഖിറത്തിലെ കൂലി മതി, യജമാനായ റബ്ബിന്റെ പൊരുത്തം മതി എന്നൊരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബറമി തങ്ങൾ പറയുമ്പോ അതിന് മാത്രം എല്ലാം റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ സുഖവും വേണ്ട, യജമാനായ റബ്ബിന്റെ തൃപ്തി മാത്രം മതി എന്നുള്ള നിലക്ക് ഒരു ശ്വാസം പോലും വിടുമ്പോ അല്ലാഹു അല്ലാ എന്നുള്ള നിലക്ക് വിട്ട മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകര് പഠിപ്പിക്കുന്നത് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ
സുഹൃത്തുക്കളെ, ഇത്തരം ഔലിയാക്കന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആരാണ്? അവരോടെങ്ങാനും വലിയൻ ഏതെങ്കിലും ഒരു എന്റെ വലിയ, എന്റെ ഇഷ്ടപ്പെട്ടവർ, ഇഷ്ടദാസന്, ആ ഇഷ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും പരിഹസിച്ചാൽ, ആരെങ്കിലും കളിയാക്കിയാൽ, അവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിലേക്ക് ഇതിന് മാത്രം അങ്ങോട്ടടുത്ത അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരായ ഔലിയാക്കന്മാർ റബ്ബിലേക്ക് പൂർണ്ണമായി അങ്ങോട്ട് അടുക്കുമ്പോൾ അള്ളാഹു അവരിലേക്ക് ഇങ്ങോട്ടും അമിതമായി അടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, ഖുദ്സിയായ ഹദീസ് തുടരുകയാണ്. സുന്നത്തുകളിലൂടെ എന്നിലേക്ക് എന്റെ അടിമ അടുത്താൽ അതേ പ്രകാരം ഫർള് പൂർണ്ണമായി അവൻ നിർവഹിക്കുന്നു. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ കൂടുതൽ കൂടുതൽ സുന്നത്തുമായി അവർ എന്നിലേക്ക് അടുത്താൽ, സുന്നത്തിലൂടെ എന്നിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്ത് ഒഴിവാക്കാതെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളിൽ വരുന്ന അപാകത പരിഹരിക്കപ്പെടാനും അള്ളാഹുവിന്റെ തൃപ്തി നേടാനുമുള്ളതാണ്. സുന്നത്തുള്ള നിലക്ക് ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ അള്ളാഹുവിലേക്ക് സുന്നത്തുകൾ മുഴുവനും നിർവഹിക്കുന്നു മഹാന്മാരായ ഔലിയാക്കന്മാർ. ചരിത്രം പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒന്നുവെടുക്കുന്ന സമയത്ത് ഒരു സുന്നത്ത് പോയതിന്റെ പേരിൽ, അറിയാതെ ശ്രദ്ധിക്കാതെ ഒറ്റ സുന്നത്ത് പോയതിന്റെ പേര് അള്ളാഹുവിന്റെ ചില മഹാന്മാരായ ഔലിയാക്കന്മാർ 40ഓളം ദിവസം തോരാതെ കരയുകയാണ്. അവർക്ക് ഉറക്കില്ലാതെ ഔലിയാക്കന്മാര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ ഔലിയാക്കന്മാരോട് ആളുകളെ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു സുന്നത്തല്ലേ പോയുള്ളൂ എന്ന് ഔലിയാക്കളിൽ ചില മഹാന്മാരോട് അനുയായികളെ ചോദിക്കുമ്പോ അവര് കൊടുക്കുന്ന മറുപടി സുന്നത്താണെന്ന് കരുതി, വെറും ഒരു സുന്നത്താണെന്ന് കരുതി ഒഴിവാക്കേണ്ടതല്ല. നാളെ യജമാനനായ റബ്ബിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ ഒരു ചേൺ മുകളിലായി സൂര്യൻ ഉദിച്ചിട്ട് ചൂടിന്റെ കാഠിന്യം കൊണ്ട് പതപ്പ് കരിയുമ്പോ എനിക്കൊരാ ഗ്ലാസ് വെള്ളം തന്ന് സഹായിക്കാൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ പാരത്രിക ലോകത്തെ കാണാൻ കഴിയാത്ത സമയത്ത് സാധുവായ ഞാൻ ഹബീബിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി എങ്ങനെയാണ് നിൽക്കുക? കാരണം നബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഹബീബ് എന്റെ മുഖത്തേക്ക് നോക്കില്ലേ? എന്റെ ഒരു സുന്നത്ത് ഒഴിവാക്കിയ ഒരു അടിമയാണ് ഈ വന്നു നിൽക്കുന്നത് എന്ന നിലക്ക് എന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കുമ്പോ ഹബീബിന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക എന്നോർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ഇതാണ് സുഹൃത്തുക്കളെ സുന്നത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ളുഹറിന്റെ മുമ്പും പിന്നുമുള്ള സുന്നത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വലിയായി ചമയണ്ട. ഇങ്ങനെ പൂർണ്ണമായി റബ്ബിലേക്ക് അടുക്കുമ്പോ അല്ലാഹു പറയുന്നു, അവനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി, അവനെ ഞാൻ പ്രിയം വെച്ചു പോയി. അങ്ങനെ ഞാൻ അവനെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവിയുണ്ടല്ലോ അത് ഞാനായി മാറും കേട്ടോ. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കേൾവി, അവൻ കാണുന്ന കാഴ്ച അത് ഞാനായി മാറും കേട്ടോ. വയദഹുല്ലദീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈയുണ്ടല്ലോ ആ കൈ ഞാനായി മാറുന്നു. അവന്റെ എല്ലാം ഞാനാണ്. അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ അവനെ ഞാൻ വെറുതെയാക്കുമെന്ന് കരുതണ്ട. അവൻ വല്ലതിനോട് എന്നോട് കാവലിനെ ചോദിച്ചാൽ ഒരിക്കലും ഞാനത് ഫയലാക്കില്ല. അവന് ഞാൻ സഹായം നൽകുമെന്ന് യജമാനനായ റബ്ബ് പറയുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് വേണമെങ്കിൽ നമുക്ക് അമ്പിയാക്കന്മാർ ചെയ്യുമ്പോൾ അതിന്റെ മുഅ്ജിസത്ത് എന്ന് പറയാ. ഔലിയാക്കന്മാരുടെ അത്ഭുതമായ സിദ്ധി പ്രകടമാകുമ്പോ നാം കറാമത്ത് എന്ന് എഴുതുന്നു. അതാണ് ഈ മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത്.
നമ്മൾ സ്വാഭാവികമായും മുഅ്ജിസത്ത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അങ്ങോട്ട് സമ്പൂർണ്ണമായി അടുത്തു കഴിഞ്ഞാൽ യജമാനനായ തമ്പുരാൻ അവർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ കഴിവ്. അള്ളാഹു പറഞ്ഞ അവര് കേൾക്കുന്ന ചെവി ഞാനാകും, കാണുന്ന കാഴ്ച ഞാനാകും, എല്ലാം ഞാനാകുമെന്ന് പറയുമ്പോ സ്വാഭാവികമായും എല്ലാം യജമാനനായ തമ്പുരാൻ അവർക്ക് കഴിവ് കൊടുക്കുന്നു. അള്ളാന്റെ പൊരുത്തപ്പെട്ടവരാകുമ്പോ റബ്ബ് അവർക്ക് കഴിവ് കൊടുക്കുന്നു. ആ കഴിവ് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധമായ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അമ്പിയാക്കന്മാർക്ക് മുഴുവനും അല്ലാഹു കൊടുത്ത അത്ഭുതകരമായ കഴിവുണ്ടല്ലോ. ആ അത്ഭുതകരമായ കഴിവ് വളരെ വ്യക്തമായി അവർ വിശദീകരിക്കുന്നു. അഥവാ ജീവചത്ത ജഗത്തിന് ജീവൻ കൊടുക്കാൻ ഔലിയാക്കന്മാർക്ക് കഴിവുണ്ട് കേട്ടോ. ആലുംബാൻ സൂറത്ത് അത് വ്യക്തമായി പറയുന്നു, ഞാൻ വിശദീകരിക്കുകയല്ല. ആലുംബാൻ സൂറത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഞാൻ സൃഷ്ടിക്കാം, മണ്ണ് കൊണ്ടൊരു പക്ഷിയുടെ രൂപം പടക്കാം, ഞാൻ അതിൽ റൂഹ് ഊതിത്തരാം, അപ്പൊ ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ട് അതൊരു പക്ഷിയായി പറക്കുമെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുമ്പോ ഇത് കേൾക്കുമ്പോ തല വെളിയില്ലാത്തവര് ഈസാ നബി ആളപ്പടക്കുന്ന മല അല്ലാഹു ആയോ എന്ന് പറഞ്ഞ് ഒരിക്കലും വെട്ടികരായി മാറാതിരിക്കാൻ ഉടൻ ഈസാ നബി പറയുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് കാണിക്കുന്ന സകലമാന അത്ഭുത കഴിവുകളും അല്ലാഹുവിന്റെ യജമാനനായ റബ്ബിന്റെ സർവാധിപതിയായ റബ്ബിന്റെ ഇതിനെ കൊണ്ട് മാത്രമാകുന്നു. അമ്പിയാക്കന്മാരെ മുഴുവനും ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ ഈസാ നബി അലൈഹിസ്സലാം ഞാൻ സൃഷ്ടിക്കാമെന്നാ പറയുന്നത്. ചത്തേ ജാഗത്തിന് ജീവൻ കൊടുത്തവർ, ചാകും കലേശത്തെ നന്നാക്കി വിട്ടവരെന്ന് നമ്മൾ മുഹ്ദിമാലയിൽ കേൾക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരാൾ ഖുത്ബുസ്സമാന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ട് വല്ലതും ദുആ ചെയ്തപ്പോ ഒരാൾക്ക് ബുദ്ധിമുട്ട് അകറ്റി കൊടുത്തു എന്ന് പറയുമ്പോഴേക്ക് അത് പടച്ചവനാക്കി ഇലാഹാക്കി എന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സാധ്യമല്ല. മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, മഹാനവറുകൾ വിട്ടില്ല. മഹാനവറുകൾ പറയുന്നു, അങ്ങനെ മാത്രമല്ല, ഞാൻ ഇതാ ഉപരിഹുൽ അക്മഹ വൽ അബ്റസ വഉഹിൽ മൗതാ ബിഇദ്നില്ലാഹ്, കുഷ്ഠവും വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗം ഞാൻ മാറ്റിത്തരാ. യൂനാനിയോ അലോപതിക്കോ മരുന്ന് കൊടുത്തിട്ടല്ല, തടകിയിട്ട് മാറ്റാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് റബ്ബ് കൊടുത്തു. വിശുദ്ധ ഖുർആൻ മരണപ്പെട്ടവരെ അള്ളാഹുവിന്റെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഞാൻ പറഞ്ഞു തരാമെന്നും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾ സൂക്ഷിച്ചത് അതൊക്കെ ഞാൻ വെളിവാക്കി തരാമെന്ന് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പടച്ച തമ്പുരാന്റെ കഴിവുകളാണ് ഇതൊക്കെ. ഈ ഒറ്റ ആയത്ത് മതി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് റബ്ബ് കൊടുക്കുന്ന കഴിവ് മനസ്സിലാക്കാൻ. ചത്തചവത്തിന് ജീവൻ കൊടുക്കാനും പ്രയാസപ്പെടുന്നവന്റെ രോഗം മാറ്റാനും മഹാനവറുകളുടെ അരികിലേക്ക്, അമ്പിയാ ഔലിയാക്കന്മാരുടെ അരികിലേക്ക് ചെന്നിട്ട് വല്ല പ്രയാസങ്ങളും പറഞ്ഞാൽ അത് നികത്താൻ അവർക്ക് കഴിവുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ മതി എന്റെ സഹോദരങ്ങളെ. അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ അത് പറഞ്ഞു. ഇനി അത് അമ്പിയാക്കന്മാരെ കഥയാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു എങ്കിൽ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. തന്റെ മുമ്പിലുള്ള ഈ തപ്പന തടി കുലുക്കുമ്പോ അതിന്റെ മുകളിൽ നിന്നുകൊണ്ടതാ തുസാഖിത്തു അലൈകി റുത്ബൻ ജനിയ്യാ, സംശുദ്ധമായിരിക്കുന്ന ഏറ്റവും പഴുത്ത പാകമായ ഈത്തപ്പഴങ്ങൾ അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴെ വീണു എന്ന് പറയുന്നത് അതിന്റെ മുമ്പ് ഈത്തപ്പഴം ഉള്ളത് കൊണ്ടല്ല, അത് അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട ആളുകൾക്ക് യജമാനനായ റബ്ബ് കൊടുക്കുന്ന കഴിവാണ്. മാത്രമല്ല എത്രയോ ദൂരെ നിൽക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരമുണ്ടല്ലോ. ആ കൊട്ടാരം ആരാണ് എന്റെ മുമ്പിൽ എത്തിക്കുക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സദസ്സിനോട് ചോദിക്കുമ്പോ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആസിഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന ഒരു മഹാനായ വലിയ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ കണ്ണുവെട്ടി തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവന്നു തരാം. നമ്മുടെ തലക്ക് യോജിക്കുണ്ടോ ഈ പണ്ടത്തെ സാധനം? നെയ്യപ്പമാണെങ്കിൽ അടിയിലൂടെ കോരി ഏറ്റ തട്ടം കൊണ്ട് തട്ടിയാൽ മതി. എത്രയോ യമനിൽ കിടക്കുന്ന ആ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഷാമിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആസിഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന ഒരു മഹാൻ. അതിന്റെ എത്ര കണ്ണു ചിമ്പി തുറക്കുന്നതിന് മുമ്പ് നെയ്യപ്പം തട്ടാനും അത്ര സമയം കൊണ്ട് കഴിയില്ല.
പക്ഷേ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു? അല്ലാഹു പറയുന്നു, അവന്റെ എല്ലാവിധ കഴിവുകളും ഞാൻ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് റബ്ബ് കൊടുത്തതാണ്. ആ കഴിവിനെ തലച്ചോറ് കൊണ്ട് വ്യാഖ്യാനിക്കണ്ട, ബുദ്ധി കൊണ്ട് ആരും അതിനെ നിഷേധിക്കേണ്ട സഹോദരങ്ങളെ എന്ന് പറയുമ്പോ അതാണ് മഹാന്മാരായ അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാരുടെ കറാമത്ത്. നമ്മുടെ ചരിത്ര പുരുഷൻ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംബറിയുടെ ചരിത്രം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടല്ലോ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ജുമുഅയിൽ നിന്ന് കൈക്കഴിച്ചപ്പുറം പോയിട്ട് നിസ്കരിക്കുമ്പോ കൂട്ടുകാർ ചെന്നിട്ട് ബഹുമാനപ്പെട്ടവരെ എന്തിനാണ് നിങ്ങൾ കൈയഴിച്ച് അപ്പുറം പോയി നിസ്കരിക്കുന്നെന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കുന്ന മനുഷ്യൻ അയാള് പശുവിനെ കൊണ്ടുവരുന്ന ചിന്തയിലാണെന്ന് പറയുമ്പോ അതാ ഇമാമിനെ വിളിച്ചന്വേഷിക്കുമ്പോ അവര് പറയുന്നു, അതെ എന്റെ ഭാര്യക്കൊരാള് പശുവിനെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ചിന്ത നിസ്കാരത്തിൽ വന്നുപോയി. അഥവാ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണോ അത് അറിയാനുള്ള കഴിവ് കണ്ണ് ബസറല്ല ബസീറത്ത് അഥവാ അകക്കാഴ്ച യജമാനനായ റബ്ബ് ഔലിയാക്കൾക്ക് കൊടുക്കുന്നു. എന്റെ രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, സഹോദരികളെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇതാ നമ്മുടെ നായകൻ ഖുതുബുസ്സമാൻ മഹാനവറുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാറ്റുമുള്ള കഴിവ് യജമാനനായ റബ്ബ് ഔലിയാക്കൾക്ക് കൊടുക്കുന്നു. പക്ഷേ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ചിലപ്പോ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായേക്കാം. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായി എന്ന് വരും. സ്വാഭാവികമായി ഈയിടെയായി ഞാൻ ഇതുവരെ വായിച്ചപ്പോൾ ഒരു വാർത്ത വായിക്കാൻ കഴിഞ്ഞു. എന്താണത്? ബഗ്ദാദിൽ കിടക്കുന്ന മുഹയ്യദ്ദീൻ ശൈഖിനെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ എന്നാണ്. കാരണം കുറച്ചാളുകൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആളുകൾ ശബ്ദം കേൾക്കണമെങ്കിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കണം. എന്നിരിക്കെ ഇവിടെ ഇരുന്നിട്ട് യാ ഗൗസിയ മുഹയ്യദ്ദീൻ എന്ന് വിളിക്കുമ്പോ ഖുതുബുസ്സമാൻ എന്ന് വിളിക്കുമ്പോഴേക്ക് അങ്ങ് അകലെ കിടക്കുന്ന ബഗ്ദാദിലും അമ്പുറത്ത് കിടക്കുന്ന പാപ്പയും കേൾക്കുമെന്ന് പറയുന്നത് ഒരു തലച്ചോറ് കൊണ്ട് അംഗീകരിക്കാൻ കഴിയോ? ആധുനിക ലോകത്ത് ഒരു തരം യുക്തിവാദികൾ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാണ്. അങ്ങനെ ഉണ്ടാവോ? എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ നമ്മളെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ തലച്ചോറ് വളരെ പരിമിതമാണ്. അള്ളാഹുവിന്റെ കഴിവുകളും കുദറത്തുകളും പരിപൂർണമായി ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ മനസ്സിന് കഴിയില്ല, ബുദ്ധിക്ക് കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ശാസ്ത്രം ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ? ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ള ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ശാസ്ത്രീയ നിഗമനങ്ങളും ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന കാര്യമായത് കൊണ്ടാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എല്ലാം ചിന്തിച്ചുണ്ടാക്കി എന്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്നത് ലോകത്ത് സമൂഹത്തിൽ ഒരുപറ്റം ആളുകൾക്ക് വന്ന അഹങ്കാര ചിന്തയാണ്. ആ അഹങ്കാരം അബൂജഹലിൽ നിന്ന് കൊണ്ട് പുറമെടുത്തതാണ്. മഹാനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് എഴുന്നേറ്റ് ഒന്നാം ആകാശവും 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം കഴിഞ്ഞിട്ട് അതാ വൈദ്യായിരിക്കുന്ന ആ സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞ ഹദീറത്തുൽ ഖുദ്സിൽ പോയിട്ട് യജമാനനായ റബ്ബുമായി സംസാരിച്ചു. 50 വഖ്ത് നിസ്കാരവും ഫർളാക്കി അതുമായി 6ആം ആകാശത്ത് വീണ്ടും തിരിച്ചു വന്നു. മൂസാ നബി പ്രചോദനം നൽകിയതിന്റെ കാരണത്താൽ വീണ്ടും തിരിച്ചു പോയി. എത്രയോ വട്ടം നടന്ന നിസ്കാരം 5ആക്കി ചുരുക്കി. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് താൻ എവിടെയാണോ കിടന്നിരുന്നത് അവിടെ തിരിച്ചെത്തി. അതാണ് ഇസ്രാ മിഅ്റാജ്. ഇത് നിഷേധിക്കാൻ അബൂജഹൽ മുന്നോട്ട് വന്നത്. ഈ സംഭവം അബൂജഹലിന്റെ തലക്ക് കൊള്ളില്ലായിരുന്നു. അറിയണം നിങ്ങള്, അബൂജഹൽ ഇത് പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ? അബൂജഹൽ ഇന്നത്തെ ആധുനിക വിധി ചിന്താഗതിക്കാരെ പോലെ അയാളും തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു. ഇതൊക്കെ എങ്ങനെ നടക്കുവോ? നമ്മൾ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണ്. ഇവിടുന്ന് യാഹൂദ് മുഹയ്യദ്ദീൻ എന്നോ ഖുതുബുസ്സമാൻ വമ്പോർത്തപ്പാപ്പ എന്നോ വിളിച്ചു കഴിഞ്ഞാൽ വമ്പോർത്തപ്പാപ്പാക്ക് അല്ലെങ്കിൽ ഖുതുബുസ്സമാന് അല്ലെങ്കിൽ ഗൗസുൽ ഇങ്ങോട്ട് വരാനുള്ള കഴിവുണ്ടോ? അതെങ്ങനെ സാധിക്കും? കാരണം എത്രയോ ദിവസങ്ങൾ ആയിരക്കണക്കിന് 10,000കണക്കിന് രൂപ കൊടുത്ത് കഷ്ടപ്പെട്ട് പോയി വരേണ്ട സ്ഥലത്തേക്ക് ഇത്ര പെട്ടെന്ന് വരാൻ കഴിയോ? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത പറയാൻ. പക്ഷേ
അബൂജഹലത വളരെ വ്യക്തമായി പ്രവാചകനെ കളിയാക്കി. സ്വാഭാവികമായി ഇന്ന് ആളുകൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അമേരിക്കയിൽ നിന്നുകൊണ്ട് ലീന ആംസ്ട്രോങ്ങിന് ചൊവ്വയിൽ കാലുകുത്താൻ ഡോളറുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറുകളും പണം ചെലവായി എന്നൊക്കെ പറയുമ്പോൾ ഇത് സ്വാഭാവികമായി മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ പ്രയാസമുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പദവി മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് എന്റെ സഹോദരങ്ങളെ മഹാനായ പ്രവാചകനെ അബൂജഹൽ കളിയാക്കിയത് വിശ്വസിക്കാൻ സാധ്യമല്ല. ഈ പേരിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സൊന്ന് മാറ്റാമെന്നുള്ള നിലക്ക് അബൂജഹൽ ഓടിപ്പോയിട്ട് പറഞ്ഞു, അബൂബക്കറെ വിവരം കിട്ടിയോ? മുഹമ്മദ് ഇന്നലെ രാത്രി ഇന്നാലിന്റെ സ്ഥലത്തൊക്കെ പോയിട്ട് നേരം വെളുക്കുമ്പോഴേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അബൂജഹൽ കരുതിയത് ഒറ്റടിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിഴുങ്ങാമെന്ന. കാരണം അദ്ദേഹം യുക്തി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുമെന്നാണ് കരുതിയത്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാ മഹാനവറുകൾ ചോദിച്ചു, മുസ്തനബി അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു ഉറപ്പാണോ? പറഞ്ഞു. അബൂബക്കർ വിശ്വസിച്ചു. അപ്പുറം അബൂബക്കർ ചിന്തിക്കേണ്ടതില്ല. കാരണം കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിന്റെ തലച്ചോറിന് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് അഹങ്കാരമാണ്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറുമ്പുകളോട് സംസാരിച്ചു എന്ന് പറയുമ്പോ എന്തായിരുന്നു ഭാഷ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. എങ്ങനെയാണത് കേട്ടത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ നിഷേധിക്കുന്നവൻ ആണോ? അവൻ ഖുർആനിനെ ധിക്കരിക്കുന്നവനാ. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ എവിടെ വിളിച്ചു കേൾക്കാനും എന്ത് കാണാനും എവിടെ എത്താനുമുള്ള കഴിവ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് റബ്ബ് കൊടുത്തിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, അത് യജമാനനായ തമ്പുരാനിലേക്ക് അടുത്തത് കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് ഇത്തരം അത്ഭുതകരമായ കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പാവങ്ങളായ ഒരുപാട് ആളുകള്, വിഷമിക്കുന്ന ആളുകള്, കഷ്ടപ്പെടുന്നവര് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മുമ്പിൽ വന്നിട്ട്, അമ്പിയാക്കന്മാരെ മുമ്പിൽ വന്നിട്ട് വിഷമം പറയുമ്പോ അവര് മഹാന്മാരെ മുമ്പിലേക്ക് വരുന്നത് ഇലാഹാണ് എന്നുള്ള നിലക്കല്ല, ദൈവമാണ് എന്നുള്ള നിലക്കല്ല, അള്ളാഹുവിലേക്ക് അടുത്ത ഒരു അടിമയാ, റബ്ബ് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമയാ, യജമാനനായ തമ്പുരാനിലേക്ക് ഇഷ്ടപ്പെട്ട അടിമയാകുമ്പോ ഈ അടിമയുടെ മുമ്പിൽ വന്ന് ഞാൻ എന്റെ വിഷമം പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനത് തട്ടിക്കളയില്ല. അതുകൊണ്ട് മഹാന്മാരോടായി ബന്ധം സ്ഥാപിച്ചാൽ ഉപകാരമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, സ്വഹാബത്ത് മുതൽ താബികളും താബികള് പരമ്പരാഗതമായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഹദറത്തിലേക്ക് ചെല്ലുന്നു, വിഷമങ്ങൾ പറയുന്നു, ബുദ്ധിമുട്ട് പറയുന്നു, മനസ്സമാധാനത്തോടെ തിരിച്ചു പോരുന്നു. ഇന്നും ലോകത്തത് നടന്നുകൊണ്ടിരിക്കുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് വന്നുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ബഹുമാനപ്പെട്ടവരെ, എനിക്ക് വല്ലാത്ത മറദിയ, ഞാൻ എപ്പോഴും മറന്നു പോവുകയാണ്, എല്ലാം ഞാൻ മറന്നു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പരിഹാരം ഉണ്ടാകണം. പ്രവാചകൻ ആയുർവേദിക് ഡോക്ടറല്ല, അള്ളാഹുവിന്റെ റസൂൽ അധോപതോപതിക്ക് മരുന്ന് കൊടുക്കുന്ന ആളല്ല, പ്രവാചകൻ ആർക്കും ക്യാപ്സൂൾ കൊടുത്ത് ചികിത്സിക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകരോട് വന്നിട്ട് എനിക്ക് മറദിയാണ് നബിയെ, എന്നെ മറദി മാറണമെന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരാതി പറയുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മുമ്പിലതാ ഒരു മുണ്ടി വിരിച്ചിട്ട് അതിലേക്ക് വെറുതെ കൈകൊണ്ട് എന്തോ ഇടുന്നത് പോലെ ആംഗ്യം കാണിക്കുന്നു. എന്തോ അതിലേക്ക് ഇടുന്നത് പോലെ ആംഗ്യം കാണിച്ചു, ഒന്നും പ്രഥമദൃഷ്ട്യാ കാണുന്നില്ല. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്ത് ശരീരവുമായി അണക്കുക. മഹാനവറുകൾ ആ തുണിയെടുത്തിട്ട് ശരീരവുമായി അണച്ചു പിടിച്ചു. അന്ന് മുതൽ എനിക്ക് മറദി എന്ന രോഗമുണ്ടായിട്ടില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. കണ്ടോ, വിഷമിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മുമ്പിൽ പോയ പ്രയാസം പറയാൻ, ബുദ്ധിമുട്ടുള്ള സമയത്ത് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരെ മുമ്പിൽ പോയിട്ട് വിഷമം പറയുന്ന സ്വഭാവം സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. ആര് എവിടെ വിഷമിക്കുന്നോ അത് കാണാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക്
കൊടുത്തിരുന്നു റബ്ബ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലേ പേർഷ്യയിലുള്ള നഹാബന്ദിലേക്ക് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പറഞ്ഞയക്കുന്നു. പേർഷ്യയിലേക്ക്, എത്രയോ ദൂരമുള്ള പേർഷ്യയിലേക്ക് പറഞ്ഞയച്ച് അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ മിമ്പറയുടെ മുകളിൽ വെച്ചുകൊണ്ട് മഹാനായ ഉമർ വിളിക്കുന്നു, യാ സാരിയ ജബൽ ജബൽ സാരിയ ജബൽ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് എന്തായിരുന്നു സംഭവം ആർക്കും പിടികിട്ടിയില്ല. പിന്നീടാണ് കാര്യം തിരിയുന്നത്. സാരിയ റളിയല്ലാഹു അൻഹു, നീ മലയെ സൂക്ഷിച്ചോ, മലയെ സൂക്ഷിച്ചോ. മലയുടെ പിന്നിലൂടെ വന്നിട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോഴാണ് മദീന പള്ളിയുടെ മിമ്പറയിൽ വെച്ചുകൊണ്ട് മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സാരിയാക്ക് ഇവിടെ നിന്ന് സഹായം നൽകാൻ ഉമർ ഇന്ന് റബ്ബ് കൊടുത്ത കഴിവാണ്, നിഷേധിക്കണ്ട. എന്റെ മഹാനവറുകൾ അവിടെ നടക്കുന്നത് എങ്ങനെ കണ്ടു? അതാണോടോ ഔലിയാക്കളുടെ കഴിവ്. ഇവിടുന്ന് മഹാനവറുകൾ ലൗഡ് സ്പീക്കർ ഇല്ലാതെ പറഞ്ഞപ്പോ എങ്ങനെ അവിടെ കേട്ടു? അതാണോടോ ഔലിയാക്കളുടെ കഴിവ്. ഈ കഴിവ് നിഷേധിക്കാൻ ഭൂമി ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അവന് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയാനും സാധ്യമല്ല. അതാണ് നമ്മൾ പറയുന്നത്. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവർ നിങ്ങൾ കേട്ട കഥയാകുമ്പോൾ ഞാനത് വിശദീകരിക്കുകയല്ല. ഏതോ ഒരു മരത്തിന്റെ മുകളിൽ, തെങ്ങിന്റെ മുകളിലേക്ക് കയറിയിട്ട് സ്വന്തം സഹോദരന്റെ കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്ത ആ ചൂട്ട് വാങ്ങി കൂട്ടുകാരോട് മുകളിൽ കയറി മിന്നാൻ വേണ്ടി കൽപ്പിക്കുന്നു. കഥ എന്താണെന്ന് ആരും അറിഞ്ഞില്ല. ഒരൽപ്പ ദിവസം കഴിഞ്ഞപ്പോ അതാ ഒരു മുതലാളി ഒരു കപ്പൽ നിറയെ സ്വർണവും പാരിതോഷികങ്ങളുമായി വരുന്നു. എന്നിട്ട് പറയുന്നു, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, ഞങ്ങൾ കൊച്ചിയിൽ നിന്നുകൊണ്ട് വാണിജ്യത്തിന് പുറപ്പെട്ടതായിരുന്നു. ഞങ്ങൾ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശക്തമായ തിരമാല അടിച്ചു വീശി. തിരമാലയും കാറ്റിലും കോളിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ ആടി ഉലഞ്ഞു. ഞങ്ങൾക്ക് മരണം ഉറപ്പായി ബഹുമാനപ്പെട്ടവരെ. ആ സമയത്ത് ഞങ്ങൾ അസമയത്ത് ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംബറമി തങ്ങൾ അങ്ങേ ഞങ്ങൾ ഓർത്തുപോയി. അങ്ങക്ക് പാരിതോഷികങ്ങൾ തരാൻ ഞങ്ങൾ നേർച്ചയാക്കി. ആ സമയത്തതാ ഒരു ചൂട്ടിന്റെ മിന്നാട്ടം ഞങ്ങൾ കണ്ടു. ആ ഭാഗത്തേക്ക് ഞങ്ങൾ കപ്പലോടിച്ചു. സന്തോഷം, ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു തങ്ങളെ എന്ന് മഹാനായ ഖുതുബുസ്സമാനോട് പറയുമ്പോ മഹാനവറുകൾ ആ പാരിതോഷികങ്ങളൊക്കെ വാങ്ങുകയാണ്. പാരിതോഷികങ്ങൾ മുഴുവനും വാങ്ങിയിട്ട് മഹാനവറുകൾ ഒന്നും ഉപയോഗിക്കാതെ പാവങ്ങളായ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്തു എന്ന് പറയുമ്പോ എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാൻ റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, എന്റെ സഹോദരങ്ങളെ, ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായും മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ കെണിവലയിൽ ഇന്നെന്റെ സമൂഹം അറിയാതെ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും മുൻനിർത്തി നാഥനായ തമ്പുരാനോട് ദുആ ചെയ്താൽ അള്ളാഹു കൊടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഖുതുബുസ്സമാന്റെ അരികിലേക്ക് വരുന്നത്, വിഷമം പറയുന്നത്, ബുദ്ധിമുട്ടുകൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സമാധാനം നൽകി നമ്മൾ സന്തോഷത്തോട് കൂടെ തിരിച്ചു പോകുന്നതിന്റെ കാരണം എന്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് നൽകുന്ന കഴിവാണെന്ന് മാത്രമല്ല, മഹാന്മാരപ്പ ചില ആളുകൾ ചോദിക്കുന്നത്, അത് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരല്ലേ, മരിച്ചാൽ പിന്നെ അവർക്ക് സ്ഥാനമുണ്ടോ? ഖുതുബുസ്സമാൻ മരിച്ചു പോയില്ലേ, പിന്നെ എന്ത് വിലയാണോ? മഹാനായ ഖുതുബുൽ ആലം മരിച്ചില്ലേ, പിന്നെ എന്ത് വിലയാണോ? ലോക വിഡ്ഢികളെ, മരണം
മരണം എന്താണെന്ന് ഇത്തരം പാമരന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. മരണം എന്ന് പറയുന്നത് ഒരാളെ നാശമല്ല. അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് റബ്ബ് കൊടുത്ത കഴിവടോ ശരീരത്തിന്റെ കഴിവാണെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞില്ലേ, അത് ആത്മാവിന്റെ കഴിവാണ്. ആത്മാവിന് റബ്ബ് കൊടുക്കുന്ന പവറാണ്. ആ ആത്മാവ് മരിക്കലോടെ നശിക്കില്ല. മരണമെന്ന് പറയുന്നത് ജഡ് ബോഡിയും ആത്മാവും തമ്മിൽ വേർപെടല് മാത്രമാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ആത്മാവ് അത് ജഡ് ബോഡിയുമായിട്ട് വേർപിരിയല് മാത്രമാണ് മരണമെന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം ഒറ്റടിക്ക് നശിച്ച മണ്ണാവരാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് ഉദയം ചെയ്ത വിശ്വാസമാണിത്. ആത്മാവോ ശരീരം ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്താലും ആത്മാവ് സന്തോഷം പറന്നു കളിക്കുന്നു. ആത്മാവ് സന്തോഷം ആനന്ദിക്കുന്നു. അള്ളാഹു കൊടുത്ത പവർ മുഴുവനും ആത്മാവിൽ നിക്ഷിപ്തമാ. അതുകൊണ്ടാണ് മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറയുന്നത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് മരിച്ചാല്, അവര് ലോകത്തോട് വിട പറഞ്ഞാല് അവരുടെ കഴിവ് നശിക്കലല്ല, പിന്നെയോ അവരുടെ പ്രത്യേകമായ കഴിവ് അത് ശേഷിക്കുന്നു. അല്ല, ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാൾ കൂടുതൽ അവരുടെ ശക്തി അവർക്ക് കൂടുന്നു എന്ന മഹാനായ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാര് പറയാൻ കാരണം അതാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര്, അവരോട് നിങ്ങൾക്ക് ഇസ്തിഗാസ പറയാം, ജായിസാണ്. കാരണം ലിഅന്ന മുഅ്ജിസത്തൽ അംബിയാഇ വകറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം. അവർക്ക് അല്ലാഹു നൽകുന്ന അത്ഭുത സിദ്ധി കറാമത്ത് മുഅ്ജിസത്ത് അത് മരണം കൊണ്ട് മുറിയില്ല. അതുകൊണ്ട് വഫാത്തായാലും അവരുടെ സഹായം നിങ്ങൾക്കുണ്ടാകും, അവരുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരുടെ ആത്മാവ് നശിക്കില്ല. ആത്മാവ് ഒരാൾ നശിക്കൂല. ഔലിയാക്കന്മാരുടെ ആത്മാവിന് ശക്തി കൂടുകയാണ്. എവിടെ വെച്ച് എന്ത് പ്രയാസങ്ങൾ നമ്മൾ പറഞ്ഞാലും അവിടെ എത്താനും അവർക്ക് വേണ്ടുന്ന സഹായം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് കഴിവ് കൊടുക്കുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇന്നും മനുഷ്യന്മാര് മഹാന്മാരായ ഔലിയാക്കന്മാരെ തേടി ഓടിക്കൊണ്ടിരിക്കുന്നത്. വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ ജീവിതകാലത്ത് ഔലിയാക്കളെ മുമ്പിൽ പോയി നമ്മൾ പറഞ്ഞു, മോലെ പാപ്പ ദുആ ചെയ്യണം, തങ്ങൾ പാപ്പ പ്രാർത്ഥിക്കണം, വല്ലാത്ത വിഷമത്തിലാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴയില്ലാത്തപ്പ പറഞ്ഞതുപോലെ, പ്രവാചകനോട് ആഖിറത്തിൽ സ്വർഗം കിട്ടണമെന്ന് ആവലാതി പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്ന മറതിയുണ്ടെന്ന് ആവലാതി പറയും പോലെ, അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് ജീവിതകാലത്തെ വിഷമം പറഞ്ഞെങ്കിൽ മരണകാലത്തെ അവ വിഷമം പരിഹരിക്കാനുള്ള കഴിവ് അവർക്ക് കൂടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കളുടെ മക്ബറ അത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. സിയാറത്ത് ഔലിയാക്കന്മാരെ എപ്പോഴും സിയാറത്ത് ചെയ്യുന്നവർ ഉണ്ടോ? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്ന സ്വഭാവമുണ്ടോ? നിങ്ങളെ ഹൃദയത്തിൽ വരുന്ന കറകളുണ്ടല്ലോ, ആ കറ ശുദ്ധിയാവാനുമായുള്ള സഹവാസം അനിവാര്യമാണ്. അതുകൊണ്ട് മഹാന്മാരെ അരികിലേക്ക് എപ്പോഴും വരുന്ന മനുഷ്യ, നിന്റെ മനസ്സിലേക്ക് കറ വരില്ല, നിന്റെ മനസ്സിലേക്ക് ടെൻഷൻ വരില്ല, നിനക്ക് സമാധാനമുണ്ടാകും. ഔലിയാക്കന്മാരെ അരികിൽ വന്നാല് ജീവിതകാലത്ത് വരും പോലെ മഹാന്മാര് വഫാത്തായതിനു ശേഷം അവരെ മസാറുകൾ ഔലിയാക്കളുടെ കേന്ദ്രത്തിലേക്ക് വന്നാൽ നിനക്ക് മനസ്സമാധാനം ഉണ്ടാകും, സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകര്, നിങ്ങൾ നോക്കണം, പാതിരാത്രി സമയമായി കഴിഞ്ഞാൽ ആയിഷ ബീബിയുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ജന്നത്തുൽ ബഖയിൽ പോയി സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന്
വ്യക്തമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, ഏത് പ്രയാസഘട്ടങ്ങളിലും ഔലിയാക്കന്മാരരികിൽ വന്നുകൊണ്ട് ഒന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ അവിടെ മനസ്സിന് സന്തോഷവും സമാധാനം ഉണ്ടാകും കേട്ടോ. നമുക്കറിയാമല്ലോ, ഇവിടെ വ്യാഴാഴ്ച നടക്കുന്ന മമ്പുറത്ത് നടക്കുന്ന സ്വലാത്ത് വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും നാടിന്റെ നാനാദിക്കിൽ നിന്നുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇങ്ങോട്ട് ഒഴുകുകയാ. മഹാനായ ഖുത്ബുസ്സമാന്റെ സബിലത്തില് ആയിരക്കണക്കിന് പതിനായിരങ്ങൾ സംഗമിക്കുകയാണ്. എല്ലാവരും കരളിന്റെ കഷ്ടമായ അവിടുത്തെ വല്യപ്പയായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് ഓരോരുത്തരവന്റെ മനസ്സിലുള്ള പ്രയാസം നാഥനായ തമ്പുരാന്റെ മുമ്പിൽ നിരത്തുമ്പോ ഏതൊക്കെ വിഷമങ്ങളാണ് അകറ്റപ്പെടുന്നത്, ഏതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലാഹു മാറ്റിക്കൊടുക്കുന്നത്, ഏതൊക്കെ മുറാദാണ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കുന്നത്. കാരണം മഹാന്മാരെ ഹദ്റത്തിൽ വെച്ചുള്ള പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയുന്നതല്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഈ ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മുടെ വരും തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരും തലമുറ മാറ്റത്തിലേക്ക് പോവുകയാണ്. അഥവാ സ്വന്തം ബാപ്പ മരിച്ചാൽ ബാപ്പാനെ കളിയാക്കുന്ന മക്കളായി മക്കള് മാറാൻ പോകുമ്പോ നമ്മളെ മക്കളെ വിശ്വാസത്തെ കാക്കാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കാൻ, വഫാത്തായ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്ത് അവരുടെ മതനുസൃത കരകതമാക്കാൻ നാം നമ്മുടെ വരും തലമുറക്ക് പ്രചോദനം നൽകണം കേട്ടോ. പക്ഷേ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഹദറത്തിലേക്ക് പോകുമ്പോ പൂർണ്ണമായും അതുകൊണ്ടാണല്ലോ മഹാന്മാര് ജീവിത കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഔലിയാക്കന്മാർ അരികിലേക്ക് പോകുന്നത് അതേ പ്രകാരമേ ഔലിയാക്കന്മാരെ മുമ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ജീവിത കാലഘട്ടത്തിൽ ഔലിയാക്കന്മാരെ ഹദറത്തിലേക്ക് ഏതൊരു ആദരവോടുകൂടെയാണോ, ഏതൊരു ബഹുമാനത്തോടു കൂടെയാണോ നാം പോകുന്നത്, ആ രൂപത്തിലല്ലാതെ ഔലിയാക്കന്മാരെ മുമ്പിലേക്ക് പോകുന്നത് അനാദരവാ എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നതിന്റെ കാരണം അതാണ്. അവര് മരിച്ചിട്ടില്ല, അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നഊദുബില്ല. നമ്മളിതാ ഇടയായി ചില ആളുകളെ എഴുതിക്കൊണ്ടിരിക്കുന്നു, മഹാനായ ഖുത്ബുസ്സമാനെ കുറിച്ച് മമ്പുറത്തെ ബിംബം കെടുത്തി വെച്ചിരിക്കുന്നു, ഗുരുവായൂരിലെ ബന്ധം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഒളുപ്പില്ലാത്ത ഭൂമി ലോകത്ത് രണ്ട് കാലുള്ള നാൽക്കാലികളെക്കാൾ അതപ്പതിച്ച സമൂഹം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കണം. എന്റെ സഹോദരങ്ങളെ, എന്റെ സ്നേഹനിധികളായ സഹോദരികൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് കഷ്ടപ്പെട്ട് നാഥനായ റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിച്ച് ഇന്ന് സാധുക്കളായ നമുക്ക് സമാധാനം പകർന്ന് അന്തിയുറങ്ങുകയാണ്. അവര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ മുമ്പിൽ വന്ന് നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ആദരവോടെ ബഹുമാനത്തോടെ തന്നെ അവരെ മുമ്പിൽ വരണം കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര്, മഹാന്മാരായ ആലിമീങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മക്ബറകളോടനുബന്ധിച്ചുള്ള നേർച്ചകൾ നടക്കുമ്പോ അവിടെ സുന്നത്തായ കർമ്മങ്ങൾ മാത്രം മതി. ബാൻഡടിയും ശബ്ദ കോലാഹലങ്ങളും നടത്തിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പൊരുത്തം സമ്പാദിക്കാമെന്ന് കരുതണ്ട. അവിടെ നടക്കുന്ന വേണ്ടാതരങ്ങൾ ഒരിക്കലും നടന്നു പോകരുത്. വേണ്ടാതരങ്ങളില്ലാതെ, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകാതെ, വദ്യമേളകളില്ലാതെ, സിയാറത്തും പ്രാർത്ഥനയും അന്നദാനവുമായ കർമ്മങ്ങളെ കൊണ്ട് മാത്രമേ ഔലിയാക്കളുടെ മക്ബറകൾ അലങ്കരിക്കാറുള്ളൂ. അല്ലാതെ നിങ്ങൾ മഹാന്മാരുടെ മക്ബറകൾ നശിപ്പിക്കരുത് എന്ന് മഹാന്മാരായ ഔലിയാ അംബിയ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളില് പണമോഹികളായ ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നേർച്ച എന്ന പേരില് ശബ്ദ കോലാഹലങ്ങളും വന്ധ്യവേളകളും കരിമരുന്നുകളും ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പവർപ്പിച്ച് ചീന്താൻ പല ഭാഗത്തും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ രക്ഷിതാക്കളെ, യുവാക്കളെ, നമ്മൾ അതുമായി സഹകരിക്കരുത്. അതുമായി ആലിമീങ്ങൾക്ക് ബന്ധമില്ല, അതുമായി പണ്ഡിതന്മാർക്ക് ബന്ധമില്ല. അത് പണ്ഡിതന്മാരെ പേരിൽ വെച്ച് കെട്ടിയിട്ട് ഇസ്ലാമിന്റെ തനതായ മുഖത്തെ തകർക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട്. അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ശുദ്രന്മാരാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ആലിമീങ്ങൾ മക്ബറകളോടനുബന്ധിച്ചുള്ള ഇത്തരം ധൂർത്ത് ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങളെ കളിയാക്കാതെ അത്തരം വേണ്ടാത്തരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബഹിഷ്കരിക്കാൻ, അങ്ങോട്ടടിക്കാതെ
മഹാന്മാരുടെ സിയാറത്തുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. പല ആളുകളും പറയുന്നത് മക്ബറകളിൽ നടക്കുന്ന പേക്കൂത്തുകളും വേണ്ടാത്തരങ്ങളും കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേർച്ചനാട് നിർത്തിവെച്ചാളൂ, നേർച്ചനെ അങ്ങോട്ട് നിർത്തിവെക്കുക എന്നാ പറയുന്നത്. അതിനൊരിക്കലും ഒരു മനുഷ്യന്റെ കഴിയുമോ? സിയാറത്തും പ്രാർത്ഥനയും ഒക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ ആരെങ്കിലും ഈടയായി, നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോ നിസ്കാരം കഴിഞ്ഞ് അയാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അയാളെ മടിയിൽ നിന്ന് കള്ളിന്റെ കുപ്പി താഴേക്ക് വീണ് പള്ളിയിൽ വീണ് പൊട്ടി. നിസ്കാരത്തിന് വന്ന ഒരു മനുഷ്യൻ, അയാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അയാളെ മടിയിൽ നിന്ന് ഒരു കള്ളിന്റെ കുപ്പി താഴെ വീണ് പൊട്ടി. ഈ ഔലിയാക്കന്മാരുടെ ഏതെങ്കിലും മഖാമുകൾ ആരെങ്കിലും പേക്കൂത്ത് നടത്തുന്നവർക്ക് ഔലിയാക്കന്മാരുടെ നേർച്ചകൾ നിർത്തിവെക്കണമെന്ന് പറയുന്ന മന്ദബുദ്ധിക്കാർ ചിലപ്പോൾ നാളെ പ്രസ്താവന ഇറക്കിയേക്കാം. നാളെ മുതൽ നിസ്കാരവും നിർത്തിവെക്കേണ്ടതാണ്. കാരണം ഒരാളെ കയ്യിൽ നിന്ന് കള്ളും കുപ്പി വീണിരിക്കുന്നു. അതിന് മാത്രം തലക്ക് മെന്റൽ ബാധിച്ചവരല്ലല്ലോ കേരളത്തിലെ മുസ്ലിം സമൂഹം. അതിന് മാത്രമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വേണ്ടാതരം ചെയ്യുന്നെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നടങ്കം മുന്നോട്ട് വന്നുകൊണ്ട് ചീർന്നതുകളെ തടയുക, ആ പഴയകാല സംസ്കാരങ്ങളെ ഇവിടെ നിലനിർത്തുക. നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാരിലൂടെ കൊണ്ടുവന്ന ഒരു നല്ല സംസ്കാരം ഇവിടെ നിലനിർത്തുക. ഞാൻ ഈ കൂട്ടത്തിൽ എന്റെ മുമ്പിലുള്ള സുഹൃത്തുക്കളോട് പറയട്ടെ, മഹദിയ സ്ത്രീകൾക്ക്, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. എന്നാൽ മഹാന്മാരായ അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, മഹാന്മാരുടെ മഖബറകൾ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾക്ക് സുന്നത്താണ്. അതുകൊണ്ട് സിയാറത്ത് ചെയ്തോ, വന്നോ, മഹാന്മാരെ മുമ്പിൽ വന്നിന്റെ വിഷമം പറഞ്ഞോ. പക്ഷേ ഒരു മുടി പോലും മഞ്ഞ കാണിപ്പോകരുത്, അനാദരവ് നിന്റെ ജീവിതത്തിൽ വന്നു പോകരുത്. അങ്ങനെ വന്നാൽ മഹാന്മാരെ ഗുരുത്വത്തിന്റെ പകരം ശാപമേറ്റ് വാങ്ങേണ്ടി വരും കേട്ടോ. മഹാന്മാരുടെ ശാപം അത് അള്ളാഹുവിന്റെ കോപമാ. അള്ളാഹുവിന്റെ കോപം അത് നരകത്തിൽ അവസാനിക്കുന്നതാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആദരവോടെ സിയാറത്ത് ചെയ്ത് മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നവരെ സ്വഭാവം മരിക്കുന്നത് വരെ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇന്ന് ഔലിയാക്കളെ പേരിൽ തട്ടിപ്പ് നടക്കുന്ന കാലഘട്ടമാണ്. ഔലിയാക്കന്മാരുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കള്ളന്മാർ വലിയന്റെ വേഷം ധരിച്ചുകൊണ്ട് എല്ലാം പണമുണ്ടാക്കാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോ സാധാരണക്കാരായ എന്റെ രക്ഷിതാക്കളെ പെട്ടുപോകരുത്, സാധാരണക്കാരായ ഉമ്മമാരെ പെട്ടുപോകരുത്. മഹാന്മാരായ ഔലിയാക്കളെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇന്നവരാണ് ഉഖറവിയായ റബ്ബിന്റെ ഔലിയാക്കളെന്ന് സാധുക്കളായ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കേരളത്തിൽ മഹാന്മാരായ ആലിമീങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മളെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. മഹാനായ കാളമ്പാടി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. തുടങ്ങുന്ന മഹാന്മാരായ ഔലിയാക്കളായ പണ്ഡിതന്മാരുണ്ട്. അവർ ഇന്ന വഴിയിലൂടെ നീങ്ങണമെന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ നീങ്ങലല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പൊട്ടിമുളച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് അവിടെ പോയി നമ്മൾ ഓടിച്ചെന്നാൽ തീ കാണുന്ന സമയത്ത് ഓടിച്ചെന്ന പാറ്റുകളെ പോലെ നാം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമെന്ന വസ്തുത മറക്കണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും പൊട്ടിപ്പുറപ്പെടുമ്പോഴേക്ക് ഓടിക്കീടുന്ന ഒരു സ്വഭാവം നമ്മളിൽ വേണ്ട. നല്ലതിനാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുക. ആളുകളുടെ എന്താണോ ചെലവാവുക എന്ന് നോക്കി ആ ചെലവാകുന്നതിനനുസരിച്ച് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുക. മുസൈലിമത്തുൽ കദ്ദാബ് മഹാനായ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടായി. ഞാനും പ്രവാചകനാണ് പറഞ്ഞു. ഞാനും പ്രവാചകനാണ് അല്ലേ? മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു ഞാനും പ്രവാചകനാണ്. അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു. അദ്ദേഹത്തിന് തോന്നി മുഹമ്മദ് പ്രവാചകനായി നിൽക്കുമ്പോൾ ആളുകൾ പിന്നിൽ കൂടുന്നുണ്ട്, ഞാൻ ഇവിടെ പ്രവാചകനായാൽ എന്റെയും പിന്നാലെ ആൾ വരും. ഉത്തരവിക്ക് അദ്ദേഹം കത്തെഴുതി, നിങ്ങൾ ആ ഭാഗത്തുള്ള ഭരണങ്ങളൊക്കെ നോക്കിക്കൊള്ളുക, ഞാൻ ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ അവിടുത്തെ പ്രവാചകൻ, ഞാൻ ഇവിടുത്തെ പ്രവാചകൻ. അല്ലാതെ എന്നെ വിടൂല.
നിന്നെ വിടൂല, കാരണം നീ കള്ള പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകരാ കള്ള പ്രവാചകരെ ധീരമായി അടരാടി. ഇക്രിമാ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ധീരമായ ഒരു പട്ടാള സംഘം യമാമയിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി. അങ്ങനെ യമാമയിൽ ധീരമായ പോരാട്ടം നടന്നു. നമുക്കറിയാം മഹാനായ ബറാഉ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സാഹസികമായ അധ്വാനത്തോടുകൂടെ ശക്തമായ പോരാട്ടം നടത്തി പ്രവാചകന്റെ പേരിൽ കടന്നു വന്ന ആ കപടനെ നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കോട്ടയിലിട്ടുകൊണ്ട് ത്യാഗോജ്ജലമായ ഒരു പരിശ്രമത്തിലൂടെ നിങ്ങൾ ഓർക്കണം, മഹാനവറുകൾ പറഞ്ഞു, ഈ കോട്ടക്കുള്ളിൽ ഇവിടെ ഇദ്ദേഹവും മുസൈലിമത്തുൽ കദ്ദാബും അനുയായികളും കോട്ടക്കുള്ളിലാണ്. അദ്ദേഹത്തെ ഒന്ന് തകർക്കാൻ നല്ലൊരു മാർഗം എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ആ മാർഗം? നിങ്ങൾ എന്നെ ഒരു തളികയിലാക്കുക, ഒരു കുന്തത്തിന്റെ മുകളിൽ നാട്ടുക, എന്നിട്ട് ആ കോട്ടയിലേക്ക് വലിച്ചെറിയുക, ഞാൻ അവിടെയുള്ള ആളുകളൊക്കെ വെട്ടിക്കോളാം. പറഞ്ഞതുപോലെ തന്നെ മഹാനവറുകൾ തളികയിലാക്കി കുന്തത്തിന്റെ മുകളിൽ നാട്ടിയിട്ട് ആ കോട്ടനുള്ളിലേക്ക് ഒരൊറ്റ തള്ളാണ്ട് കൊടുത്തപ്പോ മഹാനവറുകൾ കോട്ടയുടെ ഉള്ളിൽ പോയാണ്ട് വീണ്. ഇരുട്ട് റൂമല്ലേ, വീണതോടുകൂടെ മഹാനായ ബറാഉ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്റെ കൈയുള്ള വാൾ കൊണ്ട് വെട്ടാൻ തുടങ്ങി. വെട്ടാണ്ട് വേറെ എവിടുന്നാ വെട്ടുന്നൊരു പിടുത്തില്ല. അവസാനം ഇവർ പരസ്പരം ചിതറിയോടി വെട്ടോട് വെട്ട് പരസ്പരം വെട്ടി ജീവൻ പോയി. പുറത്തിലൂടെ മുസ്ലിമീങ്ങൾ കയറി വന്നു. അവസാനം മുസൈലിമത്തുൽ കദ്ദാബിനെയും അനുയായികളെയും മുനാഫിഖീങ്ങളെയും കപടന്മാരെയും നശിപ്പിച്ച സ്ഥലം അതാണ് യമാമ. യമാമ എന്ന് പറയുന്നത് കപടനായ നിഷേധിയായ പ്രവാചകന്റെ പേരിൽ കടന്നു വന്ന ആ കപടനെ നശിപ്പിച്ച സ്ഥലമാണ് യമാമ. യമാമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറി വരുന്ന ചിന്ത മഹാനായ ബറാഉ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ധീരോദാത്തമായ യുദ്ധത്തിന്റെ കഥയാണ്. മക്ക എന്ന് കേൾക്കുമ്പോ ചില ആളുകൾക്കൊക്കെ മക്ക എന്ന് കേൾക്കുമ്പോ ചിലപ്പോ അബൂജഹലിനെയാണ് ഓർമ്മ വരാറ്, മുത്തുനബിനെ ഓർമ്മ വരാറില്ല. അബൂജഹലിനെ മക്ക എന്ന് കേൾക്കുമ്പോ അബൂജഹലിനെ, മദീന എന്ന് കേൾക്കുമ്പോ ഉത്ബത്തിനെയും ശൈബത്തിനെയുമാണ് ഓർമ്മ വരുന്നത്. നേരെ മറിച്ച് മുത്തുനബിയെ ഓർമ്മ വരാറില്ല. യമാമ എന്ന് കേൾക്കുമ്പോ ചത്തുപോയ മുസൈലിമത്തുൽ കദ്ദാബിനെയാണ് ഓർമ്മ വരുന്നത്. അല്ലാതെ ധീരമായി അടരാടിയ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മ വരുന്നില്ല. അതൊരു അസുഖമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ആ യമാമ ലോകത്തിന് നൽകുന്ന ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ധിക്കാരികളെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ്. കപടന്മാരെ മുഴുവനും കൊന്നൊടുക്കിയ ചരിത്രമാണ്. ആ സ്ഥലം യമാമ നമ്മളോട് വിളിച്ചു പറയുന്നതെങ്കിൽ അന്നും യമാമയിൽ ഇദ്ദേഹം കടന്നു വന്ന എന്തിന്റെ പേരിലാ? ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കടന്നു വന്നത് എങ്കിൽ അതേ പ്രകാരം ഔലിയാക്കന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് കഥ പറയുന്നത് കാണാൻ കഴിയും. മുൻകഴിഞ്ഞ മഹാനായ ശൈഖ് അബ്ദുൽ വാരിസ് റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്നുണ്ട്. മഹാനവറുകളുടെ കാലഘട്ടം അദ്ദേഹം പറയാണ്, മുമ്പൊരിക്കെ ഏതോ ഒരു നാട്ടിൽ ഒരാൾ വന്നു. അയാൾ അത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അയാൾ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. അയാൾ അങ്ങനെയാണോ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം വാദിച്ചത് ഞാൻ ജിബ്രീലാണെന്നാണ്. അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോ ജിബ്രീൽ എന്താണെന്ന് നോക്കാൻ ആളുകൾ തയ്യാറായില്ല. അയാളെ പിന്നിൽ ജനം കൂടി, ആളുകൾ പിന്നാലെ ജനം കൂടി. അവസാനം വലിയ ബളവനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരു ഹാദിമായിട്ട് ഇങ്ങനെ കൂടട്ടെ. ഓ, ഹാദിമായി കൂടിക്കോളി, പ്രശ്നമില്ല, ഒരു ഖുദ്ദാമിനെ കിട്ടിയല്ലേ, വളരെ റാഹത്തല്ലേ. അപ്പൊ ഇങ്ങനെ ഹാദിമിന്റെ ഒപ്പം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ഹാദിമായ മനുഷ്യൻ ഇയാളോട് ചോദിച്ചു, അല്ല മനുഷ്യ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ, ഈ ജിബ്രീലാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കണം നമ്മൾ, അത് മോശമല്ലേ, വേറെ വല്ല പേരും പറഞ്ഞൂടെ നമുക്ക് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്നാൽ എന്റെ ജീവിത പ്രശ്നമാണ്, എന്റെ ജീവിത പ്രശ്നം, ഞാൻ എന്റെ ജീവിത പ്രശ്നത്തിന് വേണ്ടി ഞാൻ ജിബ്രീലായി, എനിക്ക് ബുദ്ധിമുട്ട് അപ്പുറത്ത് വെച്ച് മീക്കായിക്കോടോ, അതിന് ഞാൻ എന്താ ചെയ്യണത്? അങ്ങനെ ഏതൊരു കോലം കെട്ടികൾ ഏത് രൂപത്തിൽ വന്നാലും താങ്ങാനും ആധുനിക ലോകത്തെ മനുഷ്യരുണ്ട്. ഞാൻ എന്റെ രക്ഷിതാക്കന്മാരോട് സുഹൃത്തുക്കളോട് പറയുന്നത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വളർന്നു വരുമ്പോഴേക്ക്, ഏതെങ്കിലും കോലം കെട്ടികൾ രംഗത്ത് വരുമ്പോഴേക്ക്, ഏതെങ്കിലും വേഷം ധരിച്ച വേഷധാരികൾ മുന്നോട്ട് വരുമ്പോഴേക്ക് അവര് വലിയാണെന്ന് പറഞ്ഞ് കൂടണ്ട. ചിലപ്പോ എല്ലാം ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കർക്ക് മാത്രമല്ല ശൈത്താനിക്ക് പോലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും കേട്ടോ. ദജ്ജാൽ ഇവിടെ വരുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദജ്ജാല് ഒരു കാലത്ത് ഇവിടെ ദജ്ജാല് വന്നിട്ട് അവൻ ജനങ്ങളുടെ മനസ്സ് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? അവൻ ഒരാളെ ഇങ്ങോട്ട് പിടിച്ച് കത്തി കൊണ്ട് നടു അങ്ങോട്ട് മുറിക്കുന്നു. മുറിച്ചിട്ട് പറയുന്നു, കണ്ടോ ഇതൊരു മനുഷ്യനല്ലേ, ഞാനിതാ മുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദജ്ജാല് പറയും, എഴുന്നേൽക്കടാ. അയാളോട് എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോ ഈ മുറിച്ച് രണ്ട് കഷ്ണമായ മനുഷ്യനതാ ആ മുറി അങ്ങോട്ട് പൂട്ടി എഴുന്നേറ്റ് വരുന്നു. അതോടുകൂടെ ഒരുപാട് ആളുകള് ഇത് പടച്ചവൻ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കൂടുമെന്ന് സ്വഹീഹായ ഹദീസാണ്. ദജ്ജാല് പോലും അത്ഭുതങ്ങളാ കാണിക്കുക. അതുകൊണ്ടാണല്ലോ ദജ്ജാല് വരുമ്പോ സുന്നികളൊപ്പം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാ. സുന്നികളൊപ്പം ഉണ്ടാവില്ല. കാരണം എന്താ? സുന്നികൾ വിശ്വസിക്കുന്നത് ഔലിയാക്കന്മാർക്ക് അത്ഭുതസിദ്ധി ഉണ്ടാവും, അമ്പിയാക്കന്മാർക്ക് അത്ഭുതസിദ്ധി ഉണ്ടാവും, ശൈത്താന്മാർക്കുണ്ടാവും. അതുകൊണ്ട് അത്ഭുത സിദ്ധി കൊണ്ട് പഠിച്ചോനെ നേരെ മറിച്ചോണ്ട് വിദേഹത്തിന്റെ അധികാരി പറഞ്ഞ എന്താ? അത്ഭുത സിദ്ധിയോ മരിച്ചോടെ ഹയാത്താക്കുന്നത് പഠിച്ചോടെ കഴിവല്ലേ.
ഔലിയാക്കന്മാർ കുത്തുബുസമാന് കഴിവുണ്ടോ? അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് അതിനുള്ള കഴിവുണ്ടോ? അത് അള്ളാഹുവിന്റെ കഴിവല്ലേ എന്ന് പറയുന്ന ആളുകളെ മുമ്പിൽ വെച്ച് ദജ്ജാൽ മുറിച്ചാണ് കാണിച്ചു കൊടുത്താൽ ഇവരപ്പ പറയും ദജ്ജാൽ ഞങ്ങളെ പടച്ചോനാകുന്നു. കാരണം ഞങ്ങളെ വിശ്വാസം അന്ന് മുതലേ ഇങ്ങനെ പടച്ചോനെ അത്ഭുതബുദ്ധി കാണിക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ വിശ്വാസം അവരൊക്കെ ദജ്ജാലിന്റെ പിന്നാലെ പോകുമ്പോ നമ്മൾ പറയും അത് പിശാചിന് ചെയ്യാൻ കഴിയും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിലൂടെ മുസല്ലയിട്ട് നടക്കുന്ന കണ്ടാലും വെള്ളത്തിന്റെ മുകളിലൂടെ താവാതെ മുകളിലൂടെ കാലുകൊണ്ട് തത്തി നടന്നു പോകുന്ന കണ്ടാലും അവനെ ഒരു വലിയാണെന്ന് നമ്പണ്ട. അയാൾ ഇസ്ലാമിക ശരീഅത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കുക. ശരീഅത്തിൽ അധിഷ്ഠിതമായി അയാൾ ജീവിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ അയാൾക്ക് പേടിയുണ്ടോ? ജീവിതത്തിൽ അപാകതയില്ലാത്ത ജീവിതം ഉണ്ടോ എന്ന് നീ പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അയാൾ അംഗീകരിച്ചോ, ഇല്ലെങ്കിൽ എത്ര വലിയ അത്ഭുതം കാട്ടുന്നവരാണെങ്കിലും ശൈത്താനാണ്, തള്ളിക്കോ, സ്വീകരിക്കണ്ട എന്ന് പറയുമ്പോ ഞാൻ എന്റെ സഹോദരന്മാരോട് സഹോദരികളോട് എവിടെയെങ്കിലും ഒരു ബീവിച്ച് വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്, ഏത് മലയിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് പോലും അറിയാതെ ഓടിച്ചെന്ന് പോകുന്ന ആണ് പെണ്ണേ, അപകടമാണ്. എവിടെയെങ്കിലും ഒരു ഷെയ്ഖ് വന്നെന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ട് ഓടിച്ചെന്ന് നാശത്തിലേക്ക് വഴുതി വീടുന്ന ആണേ പെണ്ണേ, സൂക്ഷിക്കുക. എവിടെയെങ്കിലും ഔലിയാക്കന്മാരെന്ന പേരിൽ ഒരാൾ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് പടച്ചവനെ ഉപ്പാപ്പ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന നികൃഷ്ടമായ സ്വഭാവം നമ്മളിൽ വേണ്ട. ഒരാളെ നല്ലതും ഡ്യൂപ്ലിക്കേറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ സഹോദരങ്ങളെ അവരെ ശരീഅത്തിന്റെ ജീവിതം പരിശോധിക്കല് മാത്രമാണ്. ജീവിതം പരിശോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തൽക്കാലം അയാൾ അവിടെ ഇരിക്കട്ടെ, നമ്മൾ അങ്ങോട്ട് പോകണ്ട. നമ്മളെ ഉസ്താദന്മാര് അഭിപ്രായം പറയുമോ നോക്കുക, ആലിമീങ്ങൾ അഭിപ്രായം പറയുമോ എന്ന് നോക്കുക. ആലിമീങ്ങൾ അഭിപ്രായം പറയുന്നില്ലെങ്കിൽ തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോകണ്ട. ആലിമീങ്ങൾ പൂർണ്ണമായി വ്യക്തമായി പറഞ്ഞാലല്ലാതെ അത്തരം ഒരു ദിശയിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട എന്ന് മനസ്സിലാക്കി കള്ളന്മാരെ തിരിച്ചറിയാൻ, ആട്ടുംതോലണിഞ്ഞ ചെന്നായകളെ തിരിച്ചറിയാൻ എന്റെ സ്നേഹതികളായ സഹോദരികളെ നമ്മൾ തയ്യാറാവുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏടാകോടത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ അവിടെ പോയി കണ്ണീരൊലിപ്പിക്കാതെ വന്നോ ഖുതുബുസ്സമാന്റെ മുമ്പിലേക്ക് പോയിക്കോ, ഔലിയാക്കന്മാരെ മസാറുകളിലേക്ക് അവിടെ ചെന്ന് റബ്ബിനോട് നമ്മളെ വിഷമം പറഞ്ഞോ, അള്ളാഹു അത് തട്ടിക്കളയില്ല. അല്ലാതെ നാം ഹിദായത്തിൽ നിന്ന് വഴുതി പോകാൻ വരെ സാധ്യതയുള്ളതാണ്. ഏതെങ്കിലും വലിയ ശൈഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുമ്പോഴേക്ക് കൂടെ പോകുന്ന രംഗം, ഏതെങ്കിലും ബീവി തങ്ങളി എന്നൊക്കെ പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം വരുന്ന, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളെ പിന്നാലെ പോയിട്ട് നമ്മളെ ഈമാന് തകർത്തെറിയുന്നത് സൂക്ഷിക്കണേ എന്ന് സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനമായി ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് റബ്ബിലേക്ക് അടുത്ത മഹാന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ആ അത്ഭുതങ്ങൾ കുറെ നമ്മൾ കാണുന്നു. ഔലിയാക്കന്മാര് നമ്മളെ വിഷമങ്ങൾ തീർക്കുന്നു, ഔലിയാക്കന്മാരെ നമ്മൾ വലിച്ചെറിയുന്നു, നല്ലവരിലേക്ക് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നു. പക്ഷേ ഇന്നിന്റെ സുഹൃത്തുക്കളെ അറിയാതെ ഔലിയാക്കളോട് വിരക്തി നമ്മളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കളോട് വെറുപ്പ് സാധുക്കളായ നമ്മളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുതുബുസ്സമാനോട് വെറുപ്പ് നമ്മളെ മനസ്സിൽ വന്നാൽ അതുകൊണ്ടാണല്ലോ ഇന്നൊരു മാല പാടുന്ന വീട് നമ്മളെ നാട്ടിലില്ല. പഴയ കാലത്ത് അമ്പിയാക്കന്മാരോട് സ്നേഹമുണ്ടായിരുന്ന സമൂഹം, ഔലിയാക്കളോട് സ്നേഹമുണ്ടായിരുന്ന സമൂഹം, ഔലിയാക്കന്മാരെ സ്നേഹിച്ച മൗലൂദ് നടത്തിയിരുന്ന സമൂഹം, മാലകൾ പാടിയിരുന്ന സമൂഹം, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ പതിരിങ്ങളെ തുണ റബ്ബനാ. പഴയ കാലത്ത് നമ്മളെ സഹോദരിമാര് പാടിയിരുന്നതാണിത്. അതേ പ്രകാരം ബിസ്മിയും ഹംദും സലാത്തും നിൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്തിമാല ഞാൻ തുടങ്ങിയിടുന്നേ.
എന്ന് പറഞ്ഞ മാലകളും മൗലൂദുകളും പാടിയിട്ട് ഔലിയാക്കന്മാരുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ വീട്ടിലെ മാലകളില്ല, ഇന്ന് നമ്മളെ വീട്ടിലെ മൗലൂദുകളില്ല. ഇന്ന് നമ്മളെ വീട്ടിൽ നിന്നും വളർന്നു വരുന്ന മക്കളിൽ ഔലിയാക്കളോടുള്ള സ്നേഹം എടുത്തുപോയി. അതോടെ അള്ളാഹുവിന്റെ ശക്തമായ പരീക്ഷണം നമുക്ക് വന്നു. അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷ ഇറങ്ങി. 100 രൂപ കയ്യിലുള്ളവന് അള്ളാഹു കൊടുക്കുന്ന രോഗം 10,000ന്റെ രോഗമാണ്. 1000 രൂപ കയ്യിലുള്ള മനുഷ്യ, നിനക്ക് അള്ളാഹു നൽകുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചാലും മാറാത്ത കാൻസറാ. രക്ഷിതാക്കളെ, പഴയ കാലത്ത് ഇതുണ്ടായിരുന്നോ? സുഹൃത്തുക്കളെ, പഴയ കാലത്ത് ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. എന്തേ? മഹാന്മാരുടെ ഒരു സഹായം നമുക്കുണ്ടായിരുന്നു. മഹാന്മാരുള്ള തൃപ്തി കാരണത്താൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമൂഹത്തിന് അതെടുത്തു പോയതോടുകൂടെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സമാധാനമില്ലാതെ ഭൂമിയിൽ കിടന്ന് പടപടക്കുന്നു. അതുകൊണ്ട് സമാധാനമായ ജീവിതം വേണോ? അന്തസ്സുള്ള ജീവിതം വേണോ? ആഖിറലോകത്ത് രക്ഷപ്പെടണോ? മഹാന്മാരായ ഔലിയാക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കുക. മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ നമ്മളെ ചാരത്തിതാ. നമുക്ക് അഭിമാനമോ, നമുക്ക് അന്തസ്സോ. മഹാനവറുകളെല്ലാം കഴിവുള്ള അത്ഭുതകരമായ പ്രതീകമാണ്. ധീരനായ മഹാനാണ്. ചെറൂര് പട്ടാളക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ, അതല്ലെങ്കിൽ അങ്ങകലെയുള്ള മുട്ടിയാറയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ ഖുത്ബുസ്സമാന്റെ സാന്നിധ്യമില്ലേ? ആ സാന്നിധ്യത്തിൽ എല്ലാവരും ഖുത്ബുസ്സമാനെ തെരയുന്ന, പക്ഷേ മഹാനവറുകളെ കാണുന്നില്ല. അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആരും കാണാത്ത കോലത്തില് ബ്രിട്ടീഷുകാരെ വെട്ടി വീഴ്ത്താനുള്ള കഴിവ് അല്ലാഹു ഖുത്ബുസ്സമാന് അന്ന് കൊടുത്തില്ലേ? ഖുത്ബുസ്സമാന് ആരും കണ്ടിട്ടില്ല, മഹാനവറുകളെ ആരും ദർശിച്ചിട്ടില്ല. അദൃശ്യമായ രീതിയിലൂടെ വന്ന് വെട്ടി നശിപ്പിച്ച ഖുത്ബുസ്സമാൻ ഇന്നും നമ്മളെ സദസ്സിലുണ്ട് സഹോദരാ. നമ്മളെ വിഷമങ്ങൾ ആണുന്നുണ്ട് സഹോദരി. അതുകൊണ്ട് മഹാനവറുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതുപോലെയുള്ള മഹാന്മാരോട് സ്നേഹം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പവിത്രമായ അന്തസ്സും ഈമാനും കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാതെ ഇത്തരം മഹാന്മാരായ ഔലിയാക്കന്മാരെയും മഹാന്മാരെയും നിഷേധിക്കുന്ന സ്വഭാവം നമ്മളിൽ വന്നാൽ പ്രഗൽഭ പണ്ഡിതനായിരുന്ന അബായിബുനുസക്ക് അവസാനം ഒരു വലിയനെ കളിയാക്കി പരിഹസിച്ചതിന്റെ പേരിൽ അവസാനം കാഫിറായി ചത്തുപോയി. ബൽആം ഇബ്നു ബഊറ വസയ്യന ബൽആം ഇബ്നു ബഊറ ബിനൂരി വിലായത്തിഹി എന്ന് പറഞ്ഞ ബൽആം ഇബ്നു ബഊറ അല്ലാഹു പൊരുത്തപ്പെട്ടവരെ ധിക്കരിച്ചതിന്റെ പേരിൽ അവസാനം മഫലഹു കമഫലിൽ കൽബ്, പട്ടിയുടെ സമാനമായി ചത്തുപോയി എന്ന് ഖുർആൻ പറയുമ്പോൾ ഈമാൻ ഊരിപ്പോകുന്ന പ്രശ്നമാണ് മഹാന്മാരോടുള്ള അനാദരവെന്ന മനസ്സ്. പഴയകാല സംസ്കാരം നിലനിർത്താൻ, ദുനിയാവിൽ സന്തോഷത്തോടെ കൂടെ ജീവിക്കാൻ, ആഖിറലോകത്തെ ഔലിയാക്കളൊക്കെ കുടിച്ച കോപ്പയിൽ അൽമറു മഅമൻ അഹബ്ബ, നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാണ് സ്വർഗത്തിലെന്ന് പറയുമ്പോ മഹാനായ ഖുത്ബുസ്സമാൻ അവർ കുടിച്ച ഔലിയാക്കന്മാരൊക്കെ കുടിച്ച കോപ്പയിൽ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ഹൗദുൽ കൗസർ കുടിക്കാൻ അവരുടെ കൂടെ സാധുക്കളായ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അവരുടെ പാത അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി മരിക്കാൻ ശ്രമിക്കുക, ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തുക. എങ്കിൽ അവരോട് കൂടെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹു തന്നെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നീണ്ടുപോയെങ്കിൽ ആദരണീയരായ ഉസ്താദന്മാരോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എനിക്ക് അവസാനമായി ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നാം ഒരു പവിത്രമായ ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ കൂടിയിരിക്കുന്നത്. നാം ആ പഴയകാല സംസ്കാരം നിലനിർത്തുക. നമ്മുടെ നാടുകളിലൊക്കെ പഴയകാല സംസ്കാരകത തച്ചുടക്കാനും നശിപ്പിക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ പിശാചിന്റെ അനന്തരാവകാശികളാണെന്ന് മനസ്സിലാക്കി അത്തരം പിശാചുകളെ തട്ടിമാറ്റി പൂർവികയുടെ പാതയിലേക്ക് തിരിച്ചു പോവുക. മുൻകഴിഞ്ഞ മഹാന്മാരെ ആലിമീങ്ങൾ കാണിച്ച നല്ല വഴിയിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങൾ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സന്തോഷത്തോടു കൂടെ ഔലിയാക്കന്മാരുടെ മോചത്തും അമ്പിയാക്കന്മാരുടെ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ മോചത്തും ഔലിയാക്കളുടെ കറാമത്തും അംഗീകരിക്കുന്ന നല്ല വിശ്വാസികൾ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കും അല്ലാഹു നമുക്ക് ഈമാൻ സലാമത്ത് നൽകുമാറാവട്ടെ. ഔലിയാക്കളോട് കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ കടത്തുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.